ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉഴുന്നും അരിപ്പൊടിയും എല്ലാം വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി തന്നെ ഒന്ന് വാഷ് ചെയ്ത ശേഷം നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഉഴുന്നിപ്പോൾ നന്നായി വാഷ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 3 മണിക്കൂർ നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഉഴുന്നെല്ലാം നന്നായി സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം എല്ലാം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഉഴുന്നിപ്പോൾ കുറച്ചായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഹാഫ് പോർഷൻ ഉഴുന്ന് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ അല്പം വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല. ഇത് അരച്ചെടുത്തതിന് ശേഷം അല്പം അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളം ഒരല്പം കൂടിപ്പോയാലും നമുക്ക് അരിപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. ഇപ്പോൾ ഉഴുന്ന് നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അരയ്ക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുത്തത്. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് നെക്സ്റ്റ് ബാച്ച് ഉഴുന്ന് കൂടെ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഉഴുന്നെല്ലാം നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് സവാള ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചത്, അല്പം വേപ്പില ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനായിട്ടാണ് ബേക്കിംഗ് സോഡ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഉഴുന്നുവട ഷേപ്പ് ചെയ്യുന്ന പോലെ ഷേപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഓയിലിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഉള്ളിയെല്ലാം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഓയിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ചായിട്ട് ഉഴുന്ന് ബോൾസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഓയിലിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടതിന് ശേഷം നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. സവോളയും ഉഴുന്നും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ മൈദയും കടലമാവും ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനോടേക്കാളും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മൊരിഞ്ഞ് വരണം. ആ സമയം നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ എല്ലാ ഉള്ളിവടയും റെഡിയായ ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ചായയുടെ കൂടെ വെറുതെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.